യുഎഫ കോൺഫറൻസ് ലീഗിന്റെ രണ്ടാം പാദ ക്വാർട്ടർ ഫൈനലിൽ അസ്റ്റൺ വില്ലയുടെ ഹീറോയായി മാറിയത് എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു. തുടക്കം മുതൽ തന്നെ ഫ്രഞ്ച് ആരാധകരുടെ ശക്തമായ കൂക്കിവിളികളും വിസിലുകളും ഏറ്റുവാങ്ങിയ താരം അതിനെ നിഷ്പ്രഭമാക്കുന്ന മനോധൈര്യം കാണിക്കുകയും ഷൂട്ടൌട്ടിൽ ടീമിന്റെ വിജയം ഉറപ്പാക്കുകയും ചെയ്തു. മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ എമിലിയാനോ ഷൂട്ടൌട്ടിൽ 2 പെനാൽറ്റികൾ തടുത്തിട്ടാണ് വില്ലയുടെ ഹീറോയായത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തനിക്കുള്ള ആധിപത്യം ഒരിക്കൽ കൂടി തെളിയിക്കാൻ താരത്തിന് കഴിഞ്ഞു. അതേസമയം മത്സരത്തിൽ 2 മഞ്ഞക്കാർഡുകൾ ലഭിച്ചിട്ടും എമിലിയാനോ മാർട്ടിനസ് പുറത്താക്കപ്പെട്ടില്ലെന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയിലാണ് എമിലിയാനോ മാർട്ടിനസിന് ആദ്യത്തെ മഞ്ഞക്കാർഡ് ലഭിക്കുന്നത്. സമയം വൈകിപ്പിച്ചതിനെ തുടർന്നായിരുന്നു റഫറി അത് പുറത്തെടുത്തത്. അതിനുശേഷം അടുത്ത മഞ്ഞക്കാർഡ് ലഭിച്ചത് ഷൂട്ടൌട്ടിനിടയിൽ കാണികളോട് ആംഗ്യം കാണിച്ചതിനും. എന്നാൽ മത്സരത്തിനിടയിൽ ലഭിക്കുന്ന മുന്നറിയിപ്പും കാർഡുകളും ഷൂട്ടൌട്ടിലെത്തുമ്പോൾ കണക്കുകൂട്ടില്ലെന്ന നിയമമാണ് എമിലിയാനോയെ ചുവപ്പ് കാർഡിൽ നിന്ന് രക്ഷിച്ചത്. ബുദ്ധിപരമായ നീക്കമാണ് എമിലിയാനോ നടത്തിയത്. ഈ നിയമത്തെക്കുറിച്ച് താരത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. എമിലിയാനോയ്ക്ക് 2ാം മഞ്ഞക്കാർഡ് ലഭിച്ചപ്പോൾ സന്തോഷിച്ച ഫ്രഞ്ച് ആരാധകർ ചുവപ്പ് കാർഡ് നൽകുന്നില്ലെന്ന് കണ്ടപ്പോൾ നിരാശപ്പെടുകയും ചെയ്തു. ഖത്തർ ലോകകപ്പിന്റെ ഷൂട്ടൌട്ടുകളിൽ എമിലിയാനോ മാർട്ടിനസ് പുറത്തെടുത്ത മൈൻഡ് ഗെയിം ഏറെ ചർച്ചയായിരുന്നു. അതിനുശേഷം ഗോൾ കീപ്പർമാരുടെ അത്തരം പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന നിയമവും കൊണ്ടുവരികയുണ്ടായി. എന്നാൽ നിയമം കൊണ്ട് നിരോധിച്ചാലും തൻ്റെ മൈൻഡ് ഗെയിം വേറെ രീതിയിൽ കാണിക്കാനും അത് ഉപയോഗപ്പെടുത്താനും കഴിയുമെന്ന് എമിലിയാനോ തെളിയിച്ചു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.